നമ്മുടെ ട്രേഡിംഗ് കരിയറിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റാണ് ഒരു ഫണ്ട് അക്കൗണ്ട് ചൂസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എന്താണ് ഒരു ഫണ്ട് അക്കൗണ്ട്? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കണ്ടിട്ട് മാത്രം ഇത് കാണാം. ലിങ്കും കാര്യങ്ങളും താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫണ്ട് അക്കൗണ്ട് പർച്ചേസ് ചെയ്യേണ്ടത്, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആൻഡ് പേഴ്സണലി ഞാനെടുത്തിരുന്ന ഒരു $10 lakh ഒരു ഫണ്ട് അക്കൗണ്ട് ഉണ്ട്. അത് ഏതാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഫണ്ടിൻ പിപ്സ് എന്ന് പറഞ്ഞൊരു ഫണ്ട് അക്കൗണ്ട്സിൻ്റെ ഒരു അക്കൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവരുടെ ഡാഷ്ബോർഡിലോട്ട് വരുവാണെങ്കിൽ നേരെ താഴെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഫണ്ടഡ് അക്കൗണ്ട്സ് കാണാൻ പറ്റും. ഇതാണ് ഇവരുടെ ഫണ്ടഡ് അക്കൗണ്ട്സ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫണ്ട് അക്കൗണ്ട്സ് ഉള്ളതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ സീറോ എന്ന് പറഞ്ഞൊരു ഫണ്ട് അക്കൗണ്ട് കാണാൻ പറ്റും. മാസ്റ്റർ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര പേഴ്സൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇത്ര ക്രൈറ്റീരിയാസും കാര്യങ്ങളും ഇല്ല. ഡയറക്റ്റായിട്ട് ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് മാസ്റ്റർ അക്കൗണ്ട് ആയിട്ടുള്ള റിയൽ അക്കൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടും. അതിൻ്റെ അകത്ത് നമ്മൾ പ്രോഫിറ്റ് എടുത്ത് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് റിവാർഡ് സൈക്കിൾ വരുന്നത് നമുക്ക് റിവാർഡ് എടുക്കാൻ പറ്റുന്ന ഒരു പറയുന്നത് ബൈ വീക്കിലി 95% ആൻഡ് ബൈ വീക്കിലി മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് 95%ഓളാണ് നമുക്ക് ഇന്നത്തെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് വരുന്നത്. ബാക്കി 5% അവർ ഫണ്ടഡ് ഫ്രം എടുക്കും. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് ടാർഗറ്റും കാര്യങ്ങളും ഇല്ല. കാരണം നമുക്ക് ഡയറക്റ്റ്ലി തന്നെ നമ്മൾ റിയൽ അക്കൗണ്ടിലോട്ട് പോവാണ്. ആൻഡ് മാക്സിമം ലോസ് ഈസ് 5%. 5% ആണ് ഇതിൻ്റെ അകത്തെ മാക്സിമം ലോസ്. ഇപ്പം ഞാനിവിടെ ഒരു 5Kയുടെ $5000 ഒരു അക്കൗണ്ടാണ് എടുക്കുന്നതെങ്കിൽ അതിന് 5%ഓളം എനിക്ക് ലോസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ ഫണ്ടഡ് അക്കൗണ്ട് ബ്രീച്ചായി പോകും. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ മാക്സിമം ഡെയിലി ലോസ് ഒരു ദിവസം ഇത്ര പെർസെൻറ്റേജ് 3%ഓളം കൂടുതൽ എനിക്ക് ലോസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ അക്കൗണ്ട് ബ്രീച്ചായി പോകും. എൻ്റെ ഫണ്ട് അക്കൗണ്ട് ബ്രീച്ചായി പോകും. ഓക്കെ, ആൻഡ് മിനിമം ട്രേഡിംഗ് ഡേയ്സ് മിനിമം എനിക്ക് 7 ദിവസമെങ്കിലും ട്രേഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത് എല്ലാവരും നോക്കണം. എല്ലാ ഫണ്ട് അക്കൗണ്ട്സിനും ഇതുപോലത്തെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇത്ര ദിവസം ട്രേഡ് ചെയ്തിരിക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ അതും നോക്കണം. അതിൻ്റെ അകത്ത് ഈ ഒരു ഫണ്ട് അക്കൗണ്ടിൽ സീറോ എന്ന് പറഞ്ഞ ഒരു ഫണ്ട് അക്കൗണ്ടിൽ ഓൾമോസ്റ്റ് ഒരു 7 ദിവസമെങ്കിലും മിനിമം ട്രേഡ് ചെയ്തിരിക്കണം. ആൻഡ് കൺസിസ്റ്റൻസി ഓൺ റിവാർഡ്സ് 15%. ലിവറേജ് 1:50 ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു 5Kയുടെ ഫണ്ട് അക്കൗണ്ട് ഏകദേശം സീറോയിൽ വരുന്നത് നമുക്ക് $69 ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് 1 സ്റ്റെപ്പ് ചലഞ്ച് നെക്സ്റ്റ് ഫണ്ട് അക്കൗണ്ടിട്ടുള്ള ഒരു 1 സ്റ്റെപ്പ് ചലഞ്ച് എന്താ നോക്കാം. ഓക്കെ, അതിൻ്റെ അകത്ത് 1 സ്റ്റെപ്പ് ചലഞ്ച് ആ ഒരു പേരിൽ തന്നെയുണ്ട്. നമുക്ക് ഒരു ഫേസ് ചലഞ്ച് നമുക്ക് പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്തത് മാസ്റ്റർ സ്റ്റേജിലോട്ട് പോകും. ഓക്കെ, ആൻഡ് ഇതിൻ്റെ അകത്ത് ഇവാലുവേഷൻ സ്റ്റേജ്, റിവാർഡ് സൈക്കിൾ, മാസ്റ്റർ സ്റ്റേജ്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന എവറി ട്യൂസ്ഡേ 80%ഓളം നമുക്ക് റിവാർഡ് നമുക്ക് കിട്ടുന്ന പേ ഔട്ട് നമുക്ക് കിട്ടുന്ന 80%ഓളം പ്രോഫിറ്റ് സ്പ്ലിറ്റ്, ബാക്കി 20%ഓളം ഫണ്ട് ഫ്രംസ് എടുക്കും. ആൻഡ് പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്ന ഏകദേശം $500 ആണ് നമുക്ക് ഇന്നത്തെ പ്രോഫിറ്റ് ടാർഗറ്റ്. ഏകദേശം 10%, 5Kയുടെ 10% ആയിട്ടുള്ള $500 ആണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫേസിൽ വരുന്നത്. ഈ ഒരു ഫസ്റ്റ് ഫേസിൽ അതാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. ഒരു ഫസ്റ്റ് ഫേസ് ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് നമുക്ക് ഒരു റിയൽ അക്കൗണ്ട് അല്ലെങ്കിൽ മാസ്റ്റർ അക്കൗണ്ടിലോട്ട് നമ്മൾ പോകും. ഓക്കെ, അതിൻ്റെ പ്രോഫിറ്റ് ടാർഗറ്റ് 10% ഏകദേശം $500 നമ്മൾ അച്ചീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് മാസ്റ്റർ അക്കൗണ്ട് കിട്ടും. അതിൻ്റെ മാക്സിമം ലോസ് മറ്റേതിൽ ഏകദേശം സീറോയിൽ ഏകദേശം 5% ആണ് മാക്സിമം ലോസ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് ഏകദേശം 6% ആണ് മാക്സിമം ലോസ് വരാൻ പാടുള്ളൂ. മാക്സിമം ലോസ് അതിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ബ്രീച്ച് ആയി പോകും. അതിൻ്റെ മാക്സിമം ഡെയിലി ലോസ് ഒരു ദിവസം 3% കൂടുതൽ ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഫണ്ട് അക്കൗണ്ട് പോകും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മിനിമം നമ്മളിത് ഒരു റിയൽ അക്കൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മിനിമം 3 ദിവസമെങ്കിലും നമ്മൾ ട്രേഡ് ചെയ്തിരിക്കണം. മിനിമം 3 ദിവസം. ഇതിൻ്റെ അകത്ത് ലിവറേജ് വരുന്നത് ഏകദേശം 1:50 ആണ് ലിവറേജ് വരുന്നത്. ആൻഡ് 2 സ്റ്റെപ്പ് ഇതാണ് മോസ്റ്റ്ലി എല്ലാവരും തന്നെ എടുക്കുന്ന ഒരു ഫണ്ടഡ് അക്കൗണ്ട്സ്. ഇത് നമുക്ക് ഒരു 2 ഫേസ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയാസും കാര്യങ്ങളുമാണ് വരുന്നത്. അത് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ മാസ്റ്റർ അക്കൗണ്ട് ആയിട്ടുള്ള റിയൽ അക്കൗണ്ടിലോട്ട് നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തെ പ്രോഫിറ്റ് സ്പ്ലിറ്റും കാരണം മന്ത്ലി നമ്മൾ വിഡ്രോ ചെയ്യണം 100% പ്രോഫിറ്റ് സ്പ്ലിറ്റ്. ആൻഡ് ബൈ വീക്ക്ലി ആണ് 80%, ആൻഡ് ട്യൂസ്ഡേ ആണെങ്കിൽ 60%. ഓക്കെ, ആൻഡ് പ്രോഫിറ്റ് ടാർഗറ്റ് നമുക്ക് വരുന്ന ഏകദേശം $400. ഈ ഒരു 5Kയുടെ അക്കൗണ്ടിലാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 8% ആണ് നമ്മൾ $400 നമ്മൾ ടാർഗറ്റ് അടിക്കണം. ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള
$400 8% ആയിട്ടുള്ള $400 നമ്മൾ അച്ചീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ആയി. ആൻഡ് നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് ഫേസിലോട്ട് പോകും. സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ ഒരു ഫേസിലോട്ട് പോകും. അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഓൾമോസ്റ്റ് ഒരു 5% 5Kയുടെ 5% ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു $250 നമ്മൾ അതിൻ്റെ അകത്ത് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ മാസ്റ്റർ അക്കൗണ്ടിലോട്ട് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മോസ്റ്റ്ലി എല്ലാവരും എടുക്കാനുള്ള റീസണും കാര്യങ്ങളും ഞാൻ പറയാം. ഇതിൻ്റെ അകത്ത് മാക്സിമം ലോസ് വരുവാണെങ്കിൽ ഏകദേശം 10% ആണ്. ബാക്കിയുള്ള 2 അക്കൗണ്ട് നോക്കുവാണെങ്കിൽ ഏകദേശം 6% ആൻഡ് 5% ആണ് മാക്സിമം ലോസ് വരാൻ പാടുള്ളൂ. പക്ഷേ ഒരു 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിലാണെങ്കിൽ നമുക്ക് ഏകദേശം മാക്സിമം 10% കൂടുതൽ ലോസ് വന്നാലാണ് നമുക്ക് ആ ഒരു അക്കൗണ്ട് ബ്രീച്ച് ആയി പോകുള്ളൂ. അതാണ് എല്ലാവരും ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഒന്നാമത്തെ റീസൺ തന്നെ. എന്നിട്ട് മാക്സിമം ഡെയിലി ലോസ് എന്ന് പറഞ്ഞാൽ 5% ആണ്. മറ്റേ രണ്ടിലും 3% വെച്ചാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5% മാക്സിമം ഡെയിലി ലോസ്, 5% കൂടുതൽ താഴെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ അക്കൗണ്ട് ബ്രീച്ച് ആയി പോകുള്ളൂ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജസും കാര്യങ്ങളും എല്ലാവരും പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ കാരണം. ഓക്കെ, ആൻഡ് മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഇതിലും 3 ഡേയ്സോളം നമ്മൾ മിനിമം ട്രേഡ് ചെയ്തിരിക്കണം. ഈ ഒരു 2 അക്കൗണ്ടിലും 2 ഫേസിലും നമ്മൾ 3 ദിവസത്തിൽ നമ്മൾ ട്രേഡ് ചെയ്തിരിക്കണം. ഓക്കെ, ആൻഡ് ഇതിൻ്റെ അകത്ത് ലിവറേജ് വരുന്നത് 1:100 ആണ്. 1:100. അപ്പോൾ ഇത്ര ഫണ്ട് അക്കൗണ്ട്സ് ആണ് ഈ ഒരു ഫണ്ടിങ് പിപ്സ് എന്ന് പറഞ്ഞ ഒരു ഫണ്ട് ഫിംസിനുള്ളത്. ഫണ്ടഡ് അക്കൗണ്ട്സ് ഓൾമോസ്റ്റ് ഒരു 5K മുതൽ 10K 25K 50K ആൻഡ് 100K 1 crore വരെയുള്ള ഒരു ഫണ്ടഡ് അക്കൗണ്ട്സ് ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങളുടെ ഇതിന് ആപ്റ്റായിട്ടുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഇത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ സൈനപ്പും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഏത് ചലഞ്ചാണോ നിങ്ങൾ സെലക്ട് ചെയ്യണേ ആ ഒരു അക്കൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നേരെ ആ പേയ്മെൻറ്റ് ആ ഒരു സൈറ്റിലോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണണം. അപ്പോൾ നേരെ നിങ്ങൾ ഏത് കൺട്രി ആണോ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ആ ഒരു കൺട്രി ചൂസ് കഴിഞ്ഞാൽ അവിടെ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ ഞാനിവിടെ ചൂസ് ചെയ്യണം. ആൻഡ് നിങ്ങളുടെ ഏത് അക്കൗണ്ട് ടൈപ്പ് ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആണോ അതോ 1 സ്റ്റെപ്പ് ഒരു ഫേസ് ഉള്ളതാണോ അതോ 2 ഫേസ് കഴിഞ്ഞ് നേരെ ട്രേഡ് അക്കൗണ്ടിലോട്ട് പോകണയാണോ, ഏതാണോ ചൂസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2 സ്റ്റെപ്പ് ചൂസ് ചെയ്തേക്കണു. ആൻഡ് ഫണ്ട് പിപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് 8% ആൻഡ് 10% എന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട 8%. ഇപ്പോൾ 2 സ്റ്റെപ്പ് ഫേസിലാണെങ്കിൽ നിങ്ങൾക്ക് 2 ഫേസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് 8% പ്രോഫിറ്റ് ടാർഗറ്റ് ആൻഡ് നെക്സ്റ്റ് 5% പ്രോഫിറ്റ് ടാർഗറ്റ് അങ്ങനെയായിരിക്കും. അപ്പോൾ ആ ഒരു 8%ന് പോരാ 10% പ്രോഫിറ്റ് ടാർഗറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടും. അതാണ് ഈ ഒരു 8% പ്രോഫിറ്റ് ടാർഗറ്റ് കിടക്കുന്നത്. ആൻഡ് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് അത് ഇവിടെ ചൂസ് ചെയ്യുക. മെറ്റാ ട്രേഡർ 5 ആണോ അതോ മാച്ച് ട്രേഡർ ആണോ സി ട്രേഡർ ആണോ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. ആൻഡ് അക്കൗണ്ട് സൈസ് ഏതാണോ അക്കൗണ്ട് സൈസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ 5K വേണോ അതോ 10K 25K 50K ഞാനിവിടെ 10K ചൂസ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അടിച്ചു കൊടുത്ത് ഇവിടെ എഗ്രി വിത്ത് ദ ഫോളോയിങ് ടേംസ് കൊടുത്ത് കണ്ടിന്യൂ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പേയ്മെൻറ്റ് ചെയ്യണ ആ ഒരു സൈറ്റിലോട്ട് റീഡയറക്റ്റ് ആവും. അവിടെ നിങ്ങൾ UPI പേയ്മെൻറ്റോ ക്രിപ്റ്റോ പേയ്മെൻറ്റോ ത്രൂ ഏതെങ്കിലും വെച്ച് നിങ്ങൾ പേയ്മെൻറ്റും കാര്യങ്ങളും നടത്തുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിലിലോട്ട് അതിൻ്റെ ക്രെഡൻഷ്യലായിട്ടുള്ള പാസ്വേഡും ലോഗിൻ ID ഡയറക്റ്റ്ലി വരുന്നതായിരിക്കും. അപ്പോൾ തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം.